നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ അഭിമാനം അത് വാനോളം ഉയർത്തിയ ഒരു കൊച്ചുമെടുക്കൻ ഇന്നവൻ വളർന്ന് വലിയൊരു യുവാവായി മാറുമ്പോഴും അതേ അഭിമാന നിമിഷത്തിൽ തന്നെയാണ് അവന്റെ പേര് പറയുമ്പോൾ ഇന്ത്യ. അതെ, പ്രജ്ഞാനന്ദ എന്ന് പറയുന്ന നമ്മുടെ ആ ചെറുപ്പക്കാരൻ ഇപ്പോഴിതാ പുതിയൊരു നേട്ടം കൂടെ കൈവരിച്ചിരിക്കുന്നു. ഗ്രാൻഡ് ചെസ് ടൂർ ചാമ്പ്യനായി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ സെയിന്റ് ലൂസിയസിൽ നടന്നിട്ടുള്ള ഗ്രാൻഡ് ചെസ് ടൂർ ഫൈനലിൽ ഫാബിയോ കാരുവനെയാണ് പ്രജ്ഞാനന്ദ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ ഗ്രാൻഡ് ചെസ് ടൂർ ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന ചരിത്ര നേട്ടം പ്രജ്ഞാനന്ദ സ്വന്തമാക്കിയിരിക്കുന്നു. 2 ലക്ഷത്തോളം US$, ഏകദേശം 1.91 കോടി രൂപയാണ് സമ്മാനത്തുകയായി ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. സെയിന്റ് ലൂയിസ് ചെസ് ക്ലബിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ അവസാന ദിവസത്തിന്റെ തുടക്കത്തിൽ ഫാബിയോ കരുവാനയ്ക്ക് 6 പോയിന്റിന്റെ ലീഡ് ഉണ്ടായിരുന്നു. എന്നാൽ 2 റാപ്പിഡ് ഗെയിമുകളും ജയിച്ച് പ്രജ്ഞാനന്ദ മത്സരത്തിലേക്ക് തിരിച്ചു വന്നു. ഫിലിപ്പിനോ അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ വെസ്ലി സോയ്ക്കാണ് ഗ്രാൻഡ് ചെസ് ടൂറിൽ 3-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. ജർമ്മൻ ഗ്രാൻഡ് മാസ്റ്റർ വിൻസെന്റ് കെയ്മറിനെയാണ് വെസ്ലി സോ പരാജയപ്പെടുത്തിയത്. എന്തായാലും പ്രജ്ഞാനന്ദ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വാർത്തകൾ ഓരോ മാധ്യമങ്ങളിലും നിറയുമ്പോഴും അവനൊപ്പം തന്നെ വളർന്നു വരുന്ന ഒരു മനുഷ്യനുണ്ട്. അതായത് അവനുടെ സ്വന്തം അമ്മ. ഏത് വലിയ മത്സര വേദികളിൽ പോയാലും അവനെ ചേർത്ത് പിടിക്കുന്ന, അവന്റെ വിജയവും പരാജയവും അവനോടൊപ്പം തന്നെ ചേർന്ന് അത് വലിയ രീതിയിൽ ആസ്വദിക്കുന്ന, അവന് പൂർണ്ണ നെടുന്തൂണായി നിൽക്കുന്ന ആ അമ്മയെ കുറിച്ചുള്ള വാർത്തകളും ഇപ്പോൾ ഇടം പിടിക്കുകയാണ്. കാരണം ഓരോ മത്സരത്തിലും മകന് പൂർണ്ണ പിന്തുണ നൽകി ആ അമ്മ എപ്പോഴും ഉണ്ടാകാറുണ്ട്. അമ്മയുടെ നിശ്ചയദാർഢ്യവും കരുതലും ഇന്നും അവനൊപ്പമുണ്ട് എന്നുള്ള സന്തോഷം കൂടെ പങ്കുവെക്കുകയാണ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പിലെ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായ ആർ പ്രജ്ഞാനന്ദ അന്ന് വലിയ രീതിയിൽ വാർത്തകളിൽ ഇടം പിടിച്ചപ്പോൾ അവനോടൊപ്പം തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചതാണ് ആ കൊച്ചുമിടുക്കന്റെ അമ്മയായിരുന്ന നാഗലക്ഷ്മി അമ്മ. ആ കഥയിൽ നായകനും നായികയുമായിരുന്നു അവർ. ഏതൊരു മനുഷ്യന്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകുമെന്ന് പലപ്പോഴും പറയാറുണ്ടെങ്കിലും ആ കാഴ്ച നേരിട്ട് കാണിക്കുന്ന ഒരു ചിത്രമായിരുന്നു ലോകകപ്പ് നേടുന്ന സമയത്ത് അന്ന് ആ പ്രജ്ഞാനന്ദയും അമ്മയും നിൽക്കുന്ന ആ ഒരു പിക്ചറിലൂടെ നമ്മുടെ സമൂഹം ഒന്നടങ്കം നോക്കിക്കണ്ടത്. ചെസ്സിൽ താൻ നേടുന്ന വിജയങ്ങളിൽ അമ്മ നാഗലക്ഷ്മിയുടെ പങ്ക് വളരെ വലുതാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ പലതവണ രംഗത്തെത്തിയതും ഏറെ ശ്രദ്ധേയമാണ്. ലോകകപ്പിലെ 2-ാം ഗെയിംസ് മാഗ്നസ് കാൾസനെ സമനിലയിൽ തളച്ച ശേഷം പ്രജ്ഞാനന്ദ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. പറഞ്ഞതൊക്കെ അമ്മയെക്കുറിച്ച്. അമ്മയിൽ നിന്ന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. എനിക്ക് മാത്രമല്ല, എന്റെ സഹോദരിയുടെ കാര്യത്തിലും അമ്മയുണ്ടാകുമെന്നുള്ള ഉറപ്പായിരുന്നു പ്രജ്ഞാനന്ദയ്ക്ക് ഒപ്പമുണ്ടായിരുന്നത്. പ്രജ്ഞാനന്ദയുടെ സഹോദരി വൈശാലി രമേശ് ബാബുവും ചെസ് താരം തന്നെയാണ്. ഇവിടെ ഒരുപാട് ടൈ ബ്രേക്കുകൾ കളിച്ചതിന്റെ ക്ഷീണം ഉണ്ടാകുമ്പോഴും നന്നായി വിശ്രമിക്കണമെന്നും പെട്ടെന്ന് തന്നെ അമ്മയുടെ സ്നേഹ ഭക്ഷണം കഴിക്കണമെന്നുമാണ് തന്റെ ആഗ്രഹമെന്നുമെന്ന് അന്ന് ആ കൊച്ചുമിടുക്കൻ പറഞ്ഞത് വളരെ വലിയ വൈറലായിരുന്നു. എന്തായാലും പ്രജ്ഞാനന്ദയ്ക്ക് കരുത്തായ ആ അമ്മയെക്കുറിച്ചും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഓർക്കുകയാണ്. തമിഴ്നാട് സംസ്ഥാന സഹകരണ ബാങ്കിലെ ബ്രാഞ്ച് മാനേജറായ രമേശ് ബാബുവിന്റെയും വീട്ടമ്മയായ നാഗലക്ഷ്മിയുടെയും മകനായി ചെന്നൈയിൽ ജനിച്ച വ്യക്തിയാണ് പ്രജ്ഞാനന്ദ. ജന്മന പോളിയോ ബാധിച്ച രമേശ് ബാബുവിന് യാത്ര ബുദ്ധിമുട്ടായതിനാൽ പ്രജ്ഞാനന്ദയ്ക്കൊപ്പം എപ്പോഴും കുട്ടിക്കാലം മുതൽ തന്നെ ടൂർണമെന്റുകളിലൊക്കെ തന്നെ കൂട്ടുപോയത് അമ്മയാണ്. ഒരു സാരിയും എടുത്ത് മകനുള്ള ഭക്ഷണവും കരുതി വെള്ളവും കരുതി ബാഗിലെടുത്ത് അവരെപ്പോഴും ആ കുഞ്ഞിന് പിന്നാലെ പോയിക്കൊണ്ടിരിക്കും. സ്കൂൾ വിട്ടു വന്നാൽ മണിക്കൂറുകളോളം ടിവിക്ക് മുന്നിൽ ഇരിക്കുന്ന മക്കളുടെ സ്വഭാവം മാറ്റാനാണ് രമേശും നാഗലക്ഷ്മിയും അന്ന് അവരെ ചെസ് പഠിപ്പിക്കാൻ തീരുമാനിച്ചത്. മൂത്ത മകൾ വൈശാലിക്കായിരുന്നു ടിവിയോട് താല്പര്യം കൂടുതൽ. പിന്നീട് വൈശാലിക്കൊപ്പം പ്രജ്ഞാനന്ദയും ചെസ് പഠിക്കാൻ തുടങ്ങി. ഇരുവരും ഒരുപോലെ ചെസ്സിൽ കരുക്കൾ നീക്കിക്കൊണ്ടിരുന്നു. വൈശാലി ഗ്രാൻഡ് മാസ്റ്ററും ഇന്റർനാഷണൽ മാസ്റ്ററും എല്ലാമായി മാറിയിരുന്നു. എന്നാൽ പ്രജ്ഞാനന്ദ അതിലും മികച്ച നീക്കങ്ങളാണ് നടത്തിയത്. പരിശീലനത്തിനുള്ള പണമില്ലാത്തതിനാൽ വലിയൊരു പ്രശ്നം അവർക്ക് മുൻപിൽ ഉണ്ടായിരുന്നെങ്കിലും മകന്റെ ചെസ്സിനോട് രമേശിനും നാഗലക്ഷ്മിക്കും തുടക്കത്തിൽ തന്നെ വലിയ താല്പര്യം. മൂത്ത മകൾ ഏതായാലും ചെസ്സിലേക്ക് തിരിഞ്ഞു. മകനെങ്കിലും പഠിച്ച് ജോലി നേടിക്കോട്ടെ എന്നായിരുന്നു നാഗലക്ഷ്മി ആദ്യം തീരുമാനിച്ചത്. പക്ഷേ കരുക്കൾ കളിപ്പാട്ടം പോലെയാക്കിയ പ്രജ്ഞാനന്ദയുടെ നീക്കങ്ങൾ കണ്ട്
ആ നീക്കങ്ങളോട് ചെക്ക് പറയാൻ ആർക്കും തോന്നിയിരുന്നില്ല. അങ്ങനെ 4-ാം വയസ്സ് മുതൽ തുടങ്ങിയ ചെസ് പഠനം പ്രജ്ഞാനന്ദ വലിയ ചരിത്ര നേട്ടങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. കളിപ്പാട്ടം പോലെ തന്നെയാണ് അയാൾക്ക്. 2013 ലോക യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ 8 വയസ്സിൽ താഴെയുള്ളവരുടെ വിഭാഗത്തിൽ 7-ാം വയസ്സിൽ കിരീടം നേടി പ്രജ്ഞാനന്ദ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. 2 വർഷത്തിനു ശേഷം 10 വയസ്സിൽ താഴെയുള്ളവരുടെ വിഭാഗത്തിലും ചാമ്പ്യൻ. 10 വർഷവും 10 മാസവും 19 ദിവസവും പ്രായമുള്ളപ്പോൾ ഇന്റർനാഷണൽ മാസ്റ്ററായി ചരിത്രം കുറിച്ചു. 2017 ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ 4-ാം സ്ഥാനം നേടിയ പ്രജ്ഞാനന്ദ 8 പോയിന്റ് നേടി ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലേക്കും ആദ്യ കടമ്പ കടന്നു. പിന്നീടുള്ള വർഷം 2-ാം മാനദണ്ഡവും പിന്നിട്ടു. ഇതേ വർഷം ഇറ്റലിയിൽ നടന്ന ഗ്രഡൈൻ ഓപ്പണിൽ ഇറ്റലിയുടെ ലൂക്ക മൊറോണി ജൂനിയറിനെ പരാജയപ്പെടുത്തിയതോടെ ഗ്രാൻഡ് മാസ്റ്റർ പദവിയും സ്വന്തമാക്കി പ്രജ്ഞാനന്ദ. 12 വർഷവും 10 മാസവും 13 ദിവസവും പ്രായമുണ്ടായിരുന്ന പ്രജ്ഞാനന്ദ അന്ന് ഗ്രാൻഡ് മാസ്റ്ററായ ഏറ്റവും പ്രായം കുറഞ്ഞ 2ാമത്തെ താരമായിരുന്നു. എന്തായാലും മക്കളുടെ കളി ഉറക്കം ഇളച്ചിരുന്ന് കാണുന്ന ആ അച്ഛനെയും അമ്മയെയും ഓർക്കുകയാണ് സോഷ്യൽ മീഡിയ. മകന്റെ പ്രകടനം ഓരോന്നും ഉറങ്ങാതെ തന്നെയാണ് രമേശും നാഗലക്ഷ്മിയും കണ്ടു തീർക്കാറുള്ളത്. 5 തവണ ലോക ചാമ്പ്യനായ മാഗ്നസ് കാൾസനെതിരെ മത്സരം അതിലേറെ പ്രിയപ്പെട്ടതാണ് എന്ന് അവർ പറയുന്നു. രാത്രി 9:30 മുതൽ പുലർച്ചെ 3 വരെ ലാപ്ടോപ്പിലൂടെയാണ് മത്സരമെന്നവർ കണ്ടിരുന്നത്. കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും മകനോടുള്ള ആത്മവിശ്വാസം അത് കൂടുതലായിരുന്നെന്ന് ആ അമ്മ ശബ്ദമിടറിക്കൊണ്ട് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ചെറിയ ടൂർണമെന്റുകളിലും മകനോടൊപ്പം പോകുമ്പോൾ അവന് വേണ്ടിയുള്ള ഭക്ഷണവും വെള്ളവും ബാഗിലെടുക്കാൻ ആ അമ്മ ഒരിക്കലും മറക്കാറില്ല. വിദേശ യാത്രകളിലേക്ക് പോകുമ്പോൾ നാഗലക്ഷ്മി ചിലപ്പോഴൊക്കെ കയ്യിൽ കരുതുന്നത് റൈസ് കുക്കറും ഇൻഡക്ഷൻ സ്റ്റൗവുമാണ്. കാരണം മകന് പ്രിയപ്പെട്ട രസവും ചോറും ഉണ്ടാക്കി കൊടുക്കാൻ അത് അത്യാവശ്യമായിരുന്നു. വിദേശത്തെ ഭക്ഷണങ്ങൾ അവന് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കി അവൻ പോകുന്നിടത്ത് രസവും ചോറും ഉറപ്പിക്കാനുള്ള തീരുമാനമായിരുന്നു നാഗലക്ഷ്മിയുടേത്. അതുകൊണ്ട് തന്നെ മകന്റെ നേട്ടങ്ങൾക്ക് അച്ഛൻ രമേശ് ആദ്യം നന്ദി പറയുന്നതും തന്റെ ഭാര്യയ്ക്ക് തന്നെയാണ്. പ്രഭു മിടുക്കൻ തന്നെയാണ്. ഈ നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ വർഷങ്ങളുടെ അധ്വാനവുമുണ്ട്. പക്ഷേ അതിനെല്ലാം ആദ്യം നന്ദി പറയേണ്ടുന്നത് അവന്റെ അമ്മയോടാണെന്ന് ആ അച്ഛൻ പറയുന്നു. നിഴൽ പോലെ അവന്റെ കൂടെ നടന്ന് അവന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു നൽകിയിട്ടുണ്ട് അവർ. മുൻപ് ചെസ് ലോകകപ്പിനായി ബാക്കുവിലേക്ക് പ്രജ്ഞാനന്ദയ്ക്കൊപ്പം പോകേണ്ടിയിരുന്ന കോച്ച് RB രമേശ് ആയിരുന്നു. പക്ഷെ അന്ന് കോച്ചിന് മറ്റൊരു ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുക്കേണ്ടത് കൊണ്ടാണ് അമ്മ നാഗലക്ഷ്മിയെ പ്രഭു കൂടെ കൂട്ടുന്നതും. ആദ്യ 10 ദിവസം കോച്ചിന് ഒഴിവുണ്ടായിരുന്നെങ്കിലും കൂടെ പോരാമെന്ന് അറിയിക്കുകയും ചെയ്തതാണെങ്കിലും കുറച്ചു ദിവസം കൂടെ ഉണ്ടായ ശേഷം കോച്ച് പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങുന്നത് തന്റെ പ്രകടനത്തെ ബാധിക്കുമെന്നും മനസ്സിലാക്കിയ പ്രജ്ഞാനന്ദ ഈ കാര്യം കോച്ചിനെ അറിയിച്ചു. കോച്ച് കൂടെ ഇല്ലാത്തതിനാൽ തീരുമാനങ്ങൾ സ്വന്തമായി എടുക്കാനുള്ള അവസരവും പ്രജ്ഞാനന്ദയ്ക്ക് അന്ന് ലഭിച്ചിരുന്നു. തനിക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന കാര്യം അമ്മയുടെ സാന്നിധ്യമാണെന്ന് പിന്നീട് പ്രജ്ഞാനന്ദ പറയുകയും ചെയ്തു. ആത്മവിശ്വാസം മത്സരത്തിൽ ഉടനീളം നമ്മൾ കണ്ടതാണ്. 4-ാം റൗണ്ടിൽ ലോക 2-ാം നമ്പർ താരമായ ഹികാരു നഗാമുറയെ അട്ടിമറിച്ചു. ആ സമയത്ത് കാൾസൺ പ്രഭുവിന്റെ അടുത്തു ചെന്ന് പറഞ്ഞത് ഞങ്ങളെല്ലാവരും നിങ്ങളെപ്പോലെയാകാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ്. അതിനുശേഷം ക്വാർട്ടർ ഫൈനലിലായിരുന്നു പ്രജ്ഞാനന്ദ കടുത്ത പോരാട്ടം നേരിട്ടത്. അടുത്ത സുഹൃത്തായ അർജുൻ എരിഗാസിയായിരുന്നു എതിരാളി. ഇപ്പോഴിതാ വീണ്ടും ആ അമ്മയുടെ സാരിത്തുമ്പ് നനയിക്കുന്ന വിധത്തിൽ മറ്റൊരു നേട്ടം കൂടെ. അമ്മയെ ആനന്ദ കണ്ണീരിലാക്കി പുതിയ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ആ കൊച്ചുമിടുക്കൻ. ഗ്രാൻഡ് ചെസ് ടൂർ ചാമ്പ്യനായി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ മാറിയിരിക്കുന്നു. സെയിന്റ് ലൂയിസിൽ നടന്ന ഗ്രാൻഡ് ചെസ് ടൂർ ഫൈനലിലാണ് ഫാബിയോ കാരുവേനയെ തോൽപ്പിച്ചുകൊണ്ട് പ്രജ്ഞാനന്ദ ഈ പറയുന്നത് പോലെ ഒരു ചരിത്ര നേട്ടം കൈവരിച്ചത്. ഇതോടെ ഗ്രാൻഡ് ചെസ് ടൂർ ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന ചരിത്ര നേട്ടവും പ്രജ്ഞാനന്ദ സ്വന്തമാക്കി. ഏകദേശം 1.91 കോടി രൂപയാണ് ഇതിന്റെ സമ്മാനമായിട്ട് ആ ചെറുപ്പക്കാരൻ സ്വന്തമാക്കിയിരിക്കുന്നത്.